ശ്രീ അനിൽകുമാർ, ഇപ്പോഴിതാ ഹിജാബ് എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് SDPI രംഗത്ത് വരുന്നു. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഹിജാബ് ധരിക്കാം എന്നത് ഒരു നിർദ്ദേശമായി അല്ലെങ്കിൽ ഉത്തരവായി സർക്കാർ പുറത്തിറക്കണം എന്നുള്ളതാണ് SDPIയുടെ ആവശ്യം. എന്താണ് ആവശ്യത്തോടുള്ള പ്രതികരണം? അത്തരം ഒരു തരത്തിലുള്ള ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തുകയില്ല എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഓരോ വിദ്യാലയത്തിലും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ നില. നമ്മുടെ രാജ്യത്ത് അത്തരമൊരു നില ഇല്ലാതെയാക്കാനാണ് BJP പരിശ്രമിക്കുന്നത്. അതിന്റെ മറുഭാഗത്ത് ഏതെങ്കിലും വസ്ത്രത്തിന്റെ കോഡ് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ SDPI ശ്രമിച്ചാലും അതിനോട് യോജിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാണ്. നമ്മുടെ വിദ്യാലയങ്ങളില് അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോം രൂപീകരിക്കാൻ ആ വിദ്യാലയ മാനേജ്മെന്റിന് അവകാശമുണ്ട്. രണ്ട്, അങ്ങനെ രൂപീകരിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ശിരോവസ്ത്രം ധരിക്കുന്ന രീതി ഉണ്ടെങ്കിൽ ആ ശിരോവസ്ത്രം ധരിക്കുന്ന രീതിക്ക് കൂടി എങ്ങനെ വേണമെന്നൊരു മാർഗനിർദ്ദേശം അതാത് സ്ഥലത്ത് നൽകണമെന്നതിനപ്പുറത്ത് യാതൊരു കാഴ്ചപ്പാടും സംസ്ഥാന സർക്കാരിനില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇത് ധരിക്കണമെന്ന് പറഞ്ഞൊരു കൂട്ടരും ധരിക്കണ്ടെന്ന് പറഞ്ഞൊരു കൂട്ടരും ഇറങ്ങിത്തിരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. SDPIയുടെ ലക്ഷ്യം അത് തന്നെയാണ്. അങ്ങപ്പുറം ഇറങ്ങിത്തിരിക്കുന്നവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഇതൊന്നും വിദ്യാഭ്യാസ മേഖലയെ നന്നാക്കാനല്ല, നശിപ്പിക്കാനാണ്. ശരി, അവിടെ ശ്രീ അനിൽകുമാർ, ഇതിലുണ്ടാകുന്ന സംശയം, ഇപ്പോൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. വളരെ കൃത്യമായി ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ് അനസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുകയും ഇനി സ്കൂളിലെ യൂണിഫോം എന്താണോ അതനുസരിച്ച് കുട്ടിയെ വിടാൻ താൻ ഒരുക്കമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമൊക്കെ വരുന്നത്. അതല്ലേ SDPI ഇപ്പോൾ ആയുധമാക്കി മാറ്റിയത്? അപ്പൊ നിങ്ങൾക്ക് വീട് കിട്ടിയല്ലോ. എന്തെങ്കിലും സംസ്ഥാന സർക്കാരിനെ അടിക്കാനായിട്ട് വഴിയുണ്ടോ എന്ന് തപ്പി നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞത് ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് ശിരോവസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം സ്കൂളിൽ വരാൻ പാടില്ല എന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. അതുകൊണ്ട് എന്ത് വേണം? ഒരു കുട്ടി അവരുടേതായ നിലയ്ക്ക് ഏതെങ്കിലും ശിരോവസ്ത്രം ധരിച്ചു വന്നാൽ യൂണിഫോമിന്റെ ഭാഗമായി അത് ഏത് നിറത്തിലാവണം അതിനു കൂടി പറയാൻ ആ സ്കൂളിന് ബാധ്യതയോ അല്ലെങ്കിൽ അവകാശമുണ്ട്. ഡ്രസ് കോഡിന്റെ കൂടെ ഇത് ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ അതുകൂടി ഉൾപ്പെടുത്തുക. യൂണിഫോം എന്തിനാണ് ആദ്യം മനസ്സിലാക്കണം. ഒരു പ്രത്യേക സ്കൂളിലെ കുട്ടികൾ എന്നും പൊതുമണ്ഡലത്തിൽ തിരിച്ചറിയാനാണ്. ആ കുട്ടികളെ റെഗുലേറ്റ് ചെയ്യാനാണ്. അല്ലാണ്ട് മതവസ്ത്രം അടിച്ചേൽപ്പിക്കാനോ മതവസ്ത്രം തടയാനോ അല്ല യൂണിഫോം. അപ്പൊ എന്ത് വേണം? ഏതെങ്കിലും ഒരു കൂട്ടർ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക വസ്ത്രധാരണ ഉണ്ടെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിർത്തലാണ് ബഹുസ്വരത. അവരെ കൂടെ ചേർത്ത് നിർത്തലാണ് ബഹുമത സമൂഹത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ